കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മക്കളെ അച്ഛൻ വന്നേക്കണ്. ഹായ് കുഞ്ചുമണി. അച്ഛനൊക്കെ പരിപാടികളല്ലേ മോളെ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞാണല്ലോ പോയെ. ആ അച്ഛന് ജോലി തിരക്കല്ലേ. അല്ലടേ ഇതെന്താണിത്? തലമുടിയൊക്കെ വെട്ടിയാ? ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഇത് എവിടുന്ന് കിട്ടിയത്? മുടി വെട്ടണ കടയെന്നാ? മുടി വെട്ടണ കടയെന്നാ? അച്ഛാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വാട്ടർ കളർ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ബാഗിലുണ്ട്. പോരെ? അതേ നമുക്കിന്ന് കഥകളൊക്കെ പറയണ്ടേ കുറെ. അച്ഛനും വന്നേ. ഒരുമാ അമ്മ എന്താ അന്തപ്പെട്ട് നിൽക്കണത്? അല്ല മരുമോനെ മാസത്തിൽ ഒരു തവണയിലേ കാണുള്ളൂ. കൺകുളിർക്ക് ഒന്ന് കാണാന്ന് വിചാരിച്ചു. തമാശ. അമ്മ എന്തേ? അമ്മ അകത്തുണ്ട്. അമ്മേ അച്ഛൻ വന്നേക്കുന്നു. എന്താ വൈകിയേ? എന്താ ബസ് കിട്ടണ്ടേ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു ബസ് പോയി. അതെ അകത്തോട്ട് കയറിക്കാൻ ചായ എടുക്കാം. അതെ എന്തിനാ ഈ ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്ന പിള്ളേർക്ക്? ഏട്ടാ ഇത് കഴിഞ്ഞോട്ട് വേട്ടം വന്നപ്പോഴും ഉണ്ട് ഈ ഊഞ്ഞാല്. നീ ആടലുണ്ടാ ഊഞ്ഞാല് കയറിയിട്ട്? നീ ആടാറുണ്ട് അതിനകത്ത്? എടാ കുഞ്ചോ എന്താ നീ തീരെ തടിയില്ലല്ലോ. എന്താ ഭക്ഷണം കഴിക്കില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോ പറഞ്ഞിട്ട് പോയതല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന്. ഇതെന്താ തീരെ തടിയൊന്നും ഇല്ലല്ലോ. അതിന് വല്ലതും കഴിക്കണ്ടേ ഏട്ടാ ഇവൻ? അവന് വേണ്ടെന്ന് പറഞ്ഞ കൂടെ നീ എടുത്ത് തന്നെയാണോ? അയ്യോ അച്ഛൻ പറഞ്ഞ പൊട്ട തമാശ ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും. വാട്ടർ കളർ അച്ഛൻ തരാന്ന് പറഞ്ഞില്ലേ, വന്നല്ലേ ഉള്ളൂ. വേണം. വാങ്ങിയിട്ടുണ്ട് തരാം. നിങ്ങൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഈ വാട്ടർ കളർ മാത്രല്ലേ പറഞ്ഞുള്ളൂ? ഓക്കെ ഇല്ലേ നോക്ക്. ഹായ് വാട്ടർ കളർ സ്കെച്ചും. ഇത് തന്നെ. ഞാൻ പറഞ്ഞ കാർ എവിടെ? കാറ് എടാ അച്ഛൻ മറന്നു പോയടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വാങ്ങിക്കാം കേട്ടാ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് കാറ് വാങ്ങിച്ചിട്ട് വരാം. ഇപ്പഴോ? അച്ഛൻ ഇപ്പൊ വന്നല്ലേ ഉള്ളു, വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ. എന്തിനാ വാശി പിടിക്കുന്ന കുഞ്ചു? വേണ്ട, രാത്രി കഴിഞ്ഞിട്ട് വാങ്ങാം. രാത്രി കഴിഞ്ഞിട്ടോ? നാളെ വാങ്ങാന്നോ? അല്ല അത് പോട്ടാ, അവിടുത്തെ വിശേഷമൊക്കെ പറഞ്ഞേ. അവിടുത്തെ വിശേഷം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കല്യാണ വിശേഷമാണ് ചോദിക്കണേ. കല്യാണം എന്താ, എല്ലാം പതിവ് പോലെ നടന്നു. അത് തന്നെ. പതിവ് പോലെയോ? അതെന്താ ദിവസവും കല്യാണം നടക്ക? ദിവസേന കല്യാണം എന്നല്ല, എങ്ങനെയാണോ കല്യാണം അതുപോലെ നടന്നു. എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഒരു 19 പേരൊക്കെ കാണും. 50 പേരുണ്ടായിരുന്നോ? പിന്നെ 50 പേരും ഇല്ലാതെ എന്ത് കല്യാണം? വലിയ കല്യാണമായിരുന്നല്ലോ. വലിയ കല്യാണമായിരുന്നു. അല്ല എന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് നല്ല സന്തോഷമായി കാണുമല്ലോ. പിന്നെ സന്തോഷമായില്ലേ? കല്യാണം കഴിഞ്ഞൊരു വയസ്സുകാലത്ത് ഇങ്ങനെ ഗമയിൽ നടത്തില്ല രണ്ടാളും കൂടെ. എന്താ ഇങ്ങനെ പറയുന്നേ? അവിടെ നല്ല കാലത്തോ കല്യാണം നടന്നില്ല, ഇപ്പോഴാർക്കും അതിനുള്ള യോഗം ഉണ്ടോ? ഇത് ഒരു കാര്യമില്ലാത്ത പരിപാടിയായിരുന്നു. വെറുതെ ആ ജോലിസിന്റെ വാക്കും കേട്ടിട്ട് എന്റെ കുറെ പൈസയും പോയി എന്നല്ലാണ്ടെന്ത്. അങ്ങനെ പറയാതെന്ന് അവര് സന്തോഷിക്കുന്ന ഏട്ടന് എന്താ കുഴപ്പം? ഈ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് മക്കളുടെ 3 ആളുടെയും കല്യാണം ഉടൻ കഴിയുന്നു വിചാരിച്ചിരിക്കുകയാണ് ആ പാവങ്ങള്. അതിനുവേണ്ടി ബ്രോക്കർമാരടക്കം ശരിയാക്കി വെച്ചിരിക്കുന്നത്. അയ്യോ എന്തേ പറഞ്ഞോ? അല്ല ഇനി അന്തേട്ടനെ പിടിച്ചവർ കല്യാണം കഴിപ്പിക്കോ? വേറെ എന്നെ ഇനിയും കല്യാണം കഴിപ്പിക്കുമെന്നോ? അങ്ങനെ അവർ ചെയ്യില്ലല്ലോ. ഒന്നുകൂടെ കഴിച്ച തിരക്കില്ലാന്ന് എനിക്കുണ്ട്. ഇല്ല, അന്തേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെ.
എന്നെയും മക്കളെയും പിരിഞ്ഞിരിക്കാൻ അനന്തേട്ടന് പറ്റില്ല എന്ന് എനിക്കറിയാം. എന്റെ ദേവിക, എന്താണ് നിന്റെ തലയില്? ഓ, കഷ്ടമാണ്. എനിക്കറിഞ്ഞൂടെ അനന്തേട്ടൻ അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇറക്കി നോക്കിയതല്ല അനന്തേട്ടൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട്. ഞാൻ മോനെ ചായ. കല്യാണത്തിന്റെ വിശേഷം എന്തൊക്കെയുണ്ട് മോനെ? കല്യാണം കുഴപ്പമില്ലായിരുന്നമ്മ, നന്നായി. മുഹൂർത്തത്തിന്റെ സമയപ്പോഴേ ഞാൻ അങ്ങോട്ട് വന്നോന്ന് വിചാരിച്ചാണ്. അമ്മയോ? ആ. അയ്യോ, അമ്മ എന്തെന്നും പറഞ്ഞു വരും? ഞാനും അത് ചോദിച്ചു. അപ്പൊ അമ്മ പറയാ ഏട്ടന്റെ ഓഫീസിലെ സൂപ്രണ്ടാണെന്ന് പറയാന്ന്. അമ്മയാ? ആ, എന്നെ കണ്ട സൂപ്രണ്ടാണെന്ന് തോന്നൂലേ? ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ സൂപ്രണ്ട് അമ്മയെ പോലെ ഇരിക്കും. ആണോ? ആ. അയ്യോ, അപ്പൊ അമ്മയ്ക്ക് പോവായിരുന്നല്ലോ അമ്മ. ഏട്ടൻ വന്ന് എത്ര നേരമായി വന്നിട്ട് ഡ്രസ്സ് മാറാതെ വിശേഷങ്ങളും പറഞ്ഞിരിക്കുക. എനിക്ക് ക്രയോൺസും സ്കെച്ചും ഒന്നും പോരാ, പേപ്പറും കൂടെ വേണം. മഞ്ഞ വാങ്ങിക്കാം, നാളെ വാങ്ങിക്കാം. എനിക്കിപ്പൊ തന്നെ വേണം. എടാ, കാറ് നമ്മൾ നാളെ വാങ്ങിക്കാന്ന് പറഞ്ഞല്ലോ. എനിക്കിപ്പൊ തന്നെ പേപ്പർ വേണം, നമുക്ക് പോയി വാങ്ങിച്ചാലോ? ഡ്രസ് മാറി. മോളു വാ, അമ്മമ്മയുടെ കയ്യിൽ പേപ്പർ ഉണ്ട്. വാ. ശരിക്കും ഉണ്ട്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്. റെഡ് ഉണ്ടോ? ആ, റെഡും ഉണ്ട് അമ്മമ്മയുടെ കയ്യില്. കുഞ്ചു മോനും വാ. ഇത് അവിടെ ഒരു ടെഡി വീട് മേടിച്ചിട്ടുണ്ട്. വാ, അവിടെ ഒരു ടെഡി കൊണ്ടുവന്നിട്ടുണ്ട്. വാ, എടുക്കെടുക്ക്, ഇതൊക്കെ എടുത്തോ, ഇതൊക്കെ പിടിച്ചോ, ഇതൊക്കെ പിടിച്ചോ. വാ, നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. നിന്റെ അമ്മയുടെ കയ്യിൽ ഇതിന് മാത്രം പേപ്പർ എവിടുന്നാണ്? എനിക്കറിയില്ല, ഏട്ടൻ തന്നെ ചോദിക്കും. ബ്ലാക്ക് പേപ്പർ, വൈറ്റ് പേപ്പർ എന്നൊക്കെ പറയുന്ന അമ്മ. എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞൂടാതെ. സാർ വേറെ ഒന്നിങ്ങോട്ട് മാറിയെന്ന്, ഒന്നിങ്ങോട്ട് മാറി നിൽക്കാൻ. അങ്ങോട്ട് മാറിയെന്നാല് നിൽക്കുന്നു. എന്താണ്? അതെ, പുറത്ത് വെച്ചേ കുട്ടികളുടെ മുന്നിലേ അവന്റെ ഭക്ഷണം കൂടെ ഞാനാ കഴിക്കുന്നതെന്ന് ചോദിച്ചെന്നെ കളിയാക്കിയായിരുന്നല്ലോ. എന്തൊന്നും ഞാൻ അത്രയും വണ്ണം വെച്ചോ? വണ്ണം വെച്ചു. അതിനെന്താ കുഴപ്പം? ഒത്തിരി വെച്ചോ? ഇത്തിരി വണ്ണൊക്കെ നല്ലതല്ലേ? കണ്ടമാനം തടി വെച്ചോന്നേ? കണ്ടമാനൊന്നുമില്ല, കുഴപ്പമില്ല. സ്ത്രീകൾക്ക് ഒരു ഇത്തിരി തടിയൊക്കെ വേണ്ടേ? മാർക്കേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. ഒത്തിരി വണ്ണം വെച്ച പോലെ. ഒരുപാട് വണ്ണമൊന്നും ഇല്ല, കുറച്ച് വണ്ണൊക്കെ വേണ്ടേ? പിന്നെ വേണ്ടേ? വേണല്ലോ, വേണ്ട അമ്മ അവിടെ. എടി, നിന്നേക്കാ വിവരമുണ്ട് നിന്റെ അമ്മയ്ക്ക്, അതുകൊണ്ടാണ് 2 കൊച്ചുങ്ങളെയും വിളിച്ചോണ്ട് പോയത്. പിള്ളേർ 2 പേരും വലുതായി, ഇനി കൊഞ്ചാൻ വരല്ലോ. ഒന്ന് പോയി. പിള്ളേര് വലുതായെങ്കിൽ മയങ്ങല്ലേ അണ്ടേട്ടാ. ഞാൻ മാളുവിന് സ്കേറ്റിങ്ങിന് ചേർത്തു. അത് പിന്നെ സ്കൂളിലെല്ലാരും ചേരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ചേർന്നോളാൻ പറഞ്ഞു. സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയാമോ? സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. എല്ലാരും ചേരുന്നു, അപ്പൊ അവക്കും ചേരണമെന്ന് പറഞ്ഞു. അത് ശരിയാവില്ല. എല്ലാവരും ചേരുമ്പോ നമ്മുടെ മോളും ചേരുന്നു, അത് വേണ്ട. ഇത് മറ്റേ കുട്ടികൾ ഷൂവിന്റെ അടിയിൽ മറ്റേ ചക്കറൊക്കെ വെച്ചിട്ട് പറഞ്ഞു പോകൂലേ? അതാണ്. അതായിരുന്നോ? എവിടെയെങ്കിലും പോയിട്ട് തലയൊക്കെ തന്നെ തിരിച്ചു വീണാലേ. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? ചേരണം പറയുകയും ചെയ്തു. ചേരാൻ പറഞ്ഞെങ്കിൽ ഇനി ഞങ്ങൾ ചേരുന്നില്ല എന്ന് കൂടെ പറഞ്ഞേക്ക്, പിന്നെ പ്രശ്നം തീർന്നല്ലോ. അന്തേട്ടാ, ഞാൻ കരുതിയത് എന്താണെന്നറിയോ? ഇപ്പൊ ഇങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു ഡാൻസ് ഇല്ലേ, അതാണ് ഇതെന്നാ വിചാരിച്ചേ. അത് സൂംബ. സൂംബയോ? സൂംബയ്ക്ക് വേണമെങ്കിൽ നീ ചേർന്നു. അത് നല്ലതായിരിക്കും. സത്യോ? പിന്നെ ഈ പൊണ്ണത്തടി ഒന്ന് കുറഞ്ഞു കിട്ടും. എന്റെ മനോഹര, നീ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ പല്ലും തേച്ച് എന്റെ വീട്ടിലോട്ട് വരണ എന്തിനാണ്? ഇപ്പൊ മണി 3 ആയില്ലേ? നീ വെറുതെ ഇവിടെ ഇരിക്കല്ലേ? നിന്നോട് ഓഫീസിൽ പോയി ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ മുതലാളിയിലെ വീട്ടിലത്തെ കാര്യം ആര് നോക്കും? അതാ എനിക്ക് ടെൻഷൻ. എന്റെ കാര്യം നോക്കാൻ ഇവിടെ വീട് നിറച്ച ആളുണ്ട്. എന്റെ കാര്യം നോക്കാനാണോ നിന്നെ നിർത്തിയേക്കണ? ഈ വീട്ടിലത്തെ അമ്മാവനാ ഏട്ടന്മാറ, സത്യം പറയൂ, തീരെ പോരാ, ഒന്നിനും കൊള്ളൂല. ഞാനുണ്ട് കൂടെ, എന്തിനും. അതെ, നീ ഇവിടെ കിടന്ന് തിരിയണ്ട. നീ പോയിട്ട് നമുക്ക് കിട്ടാനുള്ള കുടിശ്ശികയൊക്കെ പിരിച്ചെടുക്കുക ചെല്ലും. അല്ലെങ്കിൽ വേണ്ട, പിരിക്കണ്ട. വന്നോ ആള് വന്നോ? ആരെ? വന്നില്ല? ശരി. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞല്ലടാ കല്യാണക്കാര്യം സംസാരിക്കാൻ ബ്രോക്കർ വരുന്നുള്ളത്. ഇല്ല, ഇവിടെ ആരും വന്നില്ല. ഒച്ചയും ബഹളൊക്കെ കേട്ടപ്പോ അയാൾ വന്നോന്ന് വിചാരിച്ചു. ഇവനോട് വർത്താനം പറഞ്ഞാണ് അമ്മാവ്. അത് എന്തിനൊന്നാമത്തെ ഇന്ന് ഇവനെ കൊണ്ട് കിടക്കണത്? ഇന്നിപ്പോ അയാൾ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടല്ലേ? ആര് കൊണ്ട് നടന്നിട്ട് പോകണ്ടേ? ഓടിച്ചിട്ട് പോകണ്ടേ? കാലത്ത് എണീറ്റ് എന്റെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കും. പറഞ്ഞു മാമാ,
പങ്കിയമാവ നമ്മളെ തറവാട്ടിൽ ഒരു കാര്യം വരുമ്പോ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും ഉണ്ട്. എന്ത് ബാധ്യത നിനക്കും ഉണ്ട്? ഞങ്ങളല്ല ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ നീ എന്തിനാ? നീ ആ ഓഫീസിലെ കാര്യങ്ങൾ പോയിട്ട് ചെയ്യേ. അവനോട് വെറുതെ വർത്താനം പറയണ്ട. അവനോട് പറഞ്ഞാൽ പറയണവൻ്റെ കുടല് വായിൽ വരുമെന്നല്ലാതെ അവൻ കേൾക്കുകയൊന്നുമില്ല. 2-3 വട്ടം ഇവനെ ഞാൻ പറഞ്ഞു വിട്ടാണ് അമ്മാവ. അപ്പം ഇവൻ്റെ അമ്മ വന്നിട്ട് ഓഫീസിലിരുന്ന് കരയും, പോകാൻ വേറെ ഇടവില്ല എന്നും പറഞ്ഞിട്ട്. ഈ വക്ക് പൊട്ടിയ സാധനത്തിനൊക്കെ വേറെ എവിടെ എടുക്കാനാണ്? എന്തായാലും നല്ല സാധനത്തിനാണ് അമ്മ കൊണ്ടുവന്ന് തന്നത്. നീ വക്കുകാരാക്കി കൊടുക്ക്. അതെ, ആവശ്യമില്ലാത്തടത്ത് നിന്ന് കൊപ്പിളിക്കാൻ നിൽക്കരുത് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇതാരത്? ബ്രോക്കറായിരിക്കും. മിണ്ടാക്കട ഒരാൾ വരുമ്പം. നമസ്കാരം. നമസ്കാരം. ഈ സർവേ ഡിപ്പാർട്ട്മെന്റ് ജോലിയുള്ള അനന്തന്റെ വീടല്ലേ? അതെ. അനന്തനുണ്ടോ ഇവിടെ? അയ്യോ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എവിടെ പോയി? ഈ മന്ത്ലി കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് പോവാറുണ്ട്. അതെന്നോട് പറഞ്ഞില്ലല്ലോ. ഇനി എന്ന് വരും? 2 ദിവസം കഴിയാറുണ്ട്. ആരെന്നാവോ കയറിയിരിക്കാൻ പറ. സാറേ ഇങ്ങോട്ട് കയറിയിരിക്കാം കേട്ടോ. ഓ, കയറിയിരിക്കാം. തല നോക്കി. അങ്ങോട്ട് ഇരിക്കാം കേട്ടോ സാറേ, അങ്ങോട്ട് ഇരിക്കാം. ചേച്ചി എന്താ ഭംഗിയേ? ഒന്നുകൂടെ വരൂ. അനന്തന്റെ ഓഫീസിൽ നിന്ന് ആരോട്ടോ വന്നിട്ടില്ലാന്നുണ്ട്. അതെ, അമ്മ പറയുമ്പോൾ മുകളിലാളെ കൂടി വിളിച്ചോ. ബലരാമേട്ടാ പരിപാടി സാറ് ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. സാറ് വല്ല സ്ഥലം അളക്കാൻ ആ സർവേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അനന്തേരനെ ഫോണിലൊന്ന് വിളിച്ചു തരട്ടെ. അയ്യോ, എന്നാ ഒന്നും വിളി. കൊടുക്കും. അനന്തേട്ടാ, ഇവിടെ ഒരു സാറ് അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇല്ല, ഞാനൊന്ന് കൊടുക്കുമെന്ന് സംസാരിക്കൂ. അനന്തേരന. ഹലോ. ആ സാറേ, എന്നെ അവിടെ നിന്ന് വിട്ടപ്പോൾ അനന്ത സാറിൻ്റെ പേര് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് എത്തുമെന്ന് പറഞ്ഞു. ആ പേര് പറഞ്ഞ് കറക്റ്റായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. കല്യാണത്തിന് പറ്റിയ നല്ല സൂപ്പർ പെമ്പിള്ളേരുടെ ഉണ്ട്. പോയി കാണുക, ഇഷ്ടപ്പെടുക, കെട്ടിക്കൊണ്ട് പോരുക. അതെ. അപ്പോൾ എന്തേട്ടാ, പണിയൊന്ന് പാളിയാണ്. കാര്യങ്ങൾ ഇറക്കട്ടെ, വിളിക്കാം കേട്ടാ. അടിയിലങ്ങോട്ട് ഇരിക്കും. അടിയിലോ. ഞങ്ങൾക്ക് ആളെ പെട്ടെന്ന് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല, അതാ. അപ്പൊ എന്നാ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ 3 കുട്ടികളാണ് കല്യാണം കഴിക്കാനായിട്ടുള്ളതേ. അതില് മൂത്ത ആളുടെ കാര്യമാണ് ഇപ്പൊ സംസാരിച്ച. അതെ, അനന്ത സാറ്. ആൾക്ക് 39 വയസ്സായി. 39 വയസ്സോ? അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, സർവേയറാണ്. കണ്ട ഈ പ്രായമായിട്ട് തോന്നൂല. അതെയാ? അപ്പൊ നോക്കാം, നമ്മൾ നല്ല സൂപ്പർ പെൺപിള്ളേർ. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു കുടുംബം. നമ്മൾ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പെൺകുട്ടികളെ കാണിക്കുന്നത്. പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഒന്നും വിഷമിക്കണ്ട. അപ്പൊ പിന്നെ രണ്ടാമത്തെ ആള് 36 വയസ്സായി ആൾക്ക്. 36 വയസ്സ്. അവന് അപ്പുണ്ണി എന്നാണ് ആളുടെ പേര്. അപ്പുണ്ണിയുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പുണ്ണിയേ, അപ്പോട്ടാ, അപ്പുണ്ണിയേ, അപ്പുണ്ണിയേ, വാങ്ങട് വാ. ഇതാണ് അപ്പുണ്ണി. ആളൊരു ക്ഷീര കർഷകനാണ്. ചീരയോ? ചീരല്ല, പശു, പാല്, പിന്നെ തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ട്. പശുവും തൊഴുത്തും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം നോക്കണേ. നല്ല നല്ല പെൺപിള്ളേരുണ്ട്, അതിന് പറ്റിയ പെൺപിള്ളേരുണ്ട്. ഇത് 3ാമത്തെ ആള് അമ്പിളിക്കുട്ടൻ. ആള് ഈ കേബിൾ കർഷകനാണ്. ഈ കേബിൾ കണക്ഷനൊക്കെ കൊടുക്കുന്ന ഒരു പണി കാര്യങ്ങളൊക്കെ. സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട്? അതെ അതെ. ജേർണലിസ്റ്റാണ്, സെറ്റപ്പാണ്. നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനോഹരൻ 33, കേബിൾ ടി വി ടെക്നീഷ്യൻ, ISI. കാര്യാക്കണ്ട. അപ്പൊ പറഞ്ഞ പ്രകാരം ഈ വീട്ടിൽ ഏറ്റവും മൂത്തത് അനന്ത സാറാണല്ലേ? അല്ല, മൂത്തത് അച്ഛനാ. അവരുടെ കല്യാണം 2 ദിവസമേ കഴിഞ്ഞു. മനോഹര,
അത് ശ്രദ്ധിക്കണ്ട, വേറൊരു കഥയാ. ആ അപ്പൊ മൂത്ത അനന്ത സാറാണ്. അതെ. അപ്പൊ അനന്ത സാർ ഇല്ലാത്ത സ്ഥിതിക്ക് അടുത്ത മൂത്ത ആരാണ്? രണ്ടാമത്തെ ആള് അപ്പുണ്ണി. അപ്പൊ അപ്പുണ്ണി എനിക്കൊന്ന് നോക്കണം. മൂത്തണ്ടാന്നാ നമ്മൾ ഈ പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ടേ ആ. നീള കുറവാണ് അല്ലെങ്കിൽ നീളം കൂടിപ്പോയി എന്നൊക്കെ പറയരുത്. ഓ ഓ ഓ ഓ മര്യാദ നിന്നോട് എടുക്കട്ടെ. ചവിട്ടി പിടിയതെന്നോ എന്തേ തയ്യപ്പണി ഉണ്ടാ? അല്ലെന്ന് മൊത്തത്തിൽ ചെറുക്കൻ്റെ വണ്ണവും നീളവും ഒക്കെ അളക്കണം. അവിടെ ചെന്നിട്ട് പെണ്ണിന്റെ വണ്ണ കൂടുതലാണ് നീള കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇല്ല, എടുത്തോ ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ വേണല്ലേ? പിന്നെ എല്ലാം നമ്മൾ സെറ്റല്ലേ. ഇതിന് പറ്റിയ നല്ലൊരു പെണ്ണുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ട്. ഷർമിള ടാഗറിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? അത് പോട്ടെ. ജയഭാരതി കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇരിക്കും ഷർമിള ടാഗറോ. ഇല്ലെന്ന് എൻ്റെ കയ്യിലുള്ള പെൺകുട്ടി ഉഗ്രം പെൺകുട്ടിയാണ്. ഫോട്ടോ ഉണ്ടാ? കാണിച്ചു തരാമല്ലോ. കാണട്ടെ. എന്താതിരിക്കണേ. ആഹാ കൊള്ളാം. ഇത് തകർപ്പണ. ഫോട്ടോത്തിൽ കാണുമ്പോ തരക്കടൊന്നുമില്ല, പക്ഷെ നമുക്ക് സംഭവം നേരിട്ട് കാണണം. കുട്ടിയെ നേരിട്ട് കാണുമ്പോഴും കുട്ടി ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ആവണം. ഫോൺ എവിടെ? അതെ, ഇത് നമുക്ക് ആലോചിക്കാം. തർക്കേടില്ല. അത് നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവം. അമ്മേ, എന്റെ ആലോചനയല്ലേ? ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ഒന്ന് കാണിച്ചു. ഇനിയിപ്പൊ പിന്നെ കാണാടാ. അല്ലെ കാണട്ടെ. ആ എന്നാ പിന്നെ കണ്ടോ. ഇങ്ങനെയുണ്ട്, ആലോചിച്ചാലോ? ഇഷ്ടമായി. അതെ, ഈ കുട്ടിയുടെ വീട്ടിൽ പശു ഉണ്ടോ? എന്റെ അപ്പുണ്ണി. മോലാളി എന്താടാ? മോലാളിക്ക് മമ്മൂട്ടിന് ഇഷ്ടം മോഹൻലാലിന്. എനിക്കിപ്പോ തൽക്കാലം ആരും ഇഷ്ടമല്ല. മോലാളിക്ക് ഒരാളെ ഇഷ്ടമുണ്ട്. ആരാ? ഞാൻ പറയട്ടെ. എന്ത് പറയാ? നീ പണയണ്ട. 3 അക്ഷരേ ഇല്ലു. പറയണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് പറയട്ടെ. എന്നാ നീ പറ. ഷാഹിന. ഷാഹിന. എന്താ പാപ്പ? പാപ്പ എന്താ ചെയ്യണ്ടേ? ഇതെന്തിനാ ഈ വടിയൊക്കെ? അതെ, രാത്രിയാകുമ്പോൾ ഭയങ്കര പട്ടിശല്യം. എന്തൊരു കൊരയാ! നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? വടി ഒരെണ്ണം വെട്ടി വെച്ചാലേ ഒരൊറ്റ പട്ടി ഈ വീട്ടിൻ്റെ മുറ്റത്ത് കാലൂത്തൂല. എൻ്റെ കാലിയാണ്ടല്ലേ ഓടിക്കും. ഇത് എത്രാമത്തെ വടിയായി വെട്ടി വെക്കുന്നേ? ഞാൻ എത്ര നാളായി പറയുന്നു ഇവിടെ ഒരു മതിൽ പണിയാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ ഒരു പട്ടികൾ ഈ കോമ്പൗണ്ട് കയറത്തില്ലല്ലോ. ചുമ്മാ കാടും പിടിച്ച് പടലും പിടിച്ച് വൃത്തിയാക്കത്തൂല്ല. വൃത്തിയാക്കും ഞാൻ, മതിലും പണിയും. എപ്പോ? നിന്റെ നിക്കാഹിന്. ഇതെല്ലാം വൃത്തിയാക്കി ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി നല്ലൊരു മതിലും പണിത് അതിന് മനോഹരമായൊരു ഗേറ്റും വയ്ക്കും. അല്ല, നീ ഇത്ര നേരം എന്തെടുക്കായിരുന്നു? മൊബൈലിൽ നോക്കിയായിരുന്ന? പിന്നെ ടി വി ആണായിരുന്നു? ടി വി ആണല്ലായിരുന്നു. പിന്നെ ഞാൻ ഉപ്പുമ്മച്ചിയുടെ കബറിടം വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതെന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ? മൊബൈൽ കംപ്ലൈൻ്റ് ആയ? മൊബൈലൊന്നും കംപ്ലൈൻ്റ് ആയില്ല. അപ്പൊ പിന്നെ ടി വി കംപ്ലൈൻ്റ് ആയി കാണും. ടി വി കംപ്ലൈൻ്റ് ആയില്ല, പിന്നെ കേബിള് പോയി. ആ, മനസ്സിലായി. അതാ ഞാൻ ആലോചിക്കുന്ന, പതിവില്ലാതെ ഇങ്ങനെ ഒരു പ്രാർത്ഥന. ആ, ഇപ്പം മനസ്സിലായി കേട്ടാ. കേബിൾ പോയി, അതാണ് കാരണം. അതൊന്നും അല്ല, എനിക്ക് ഉമ്മച്ചീനെ ഓർമ്മ വന്നിട്ട് തന്നെയാ. ആ ഉമ്മച്ചി ഈ ആഴ്ചയിൽ ഇത് എത്രാമത്തെ തവണയാണ് കേബിള് പോകുന്നത്? ആ അതെ, ഈ ആഴ്ചന്റെ 3ാമത്തെ പ്രാവശ്യ. ഇങ്ങനെ ആഴ്ചയിൽ കേബിൾ കംപ്ലൈന്റ് ആവുകയാണെങ്കിലേ അവന്മാരെ ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതാ നല്ലത്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടല്ലോ, അവരിവിടെ തന്നെ ശരിയാക്കിക്കോളുമല്ലോ. ഇന്ന് വൈകിട്ട് ഫുട്ബോൾ മാച്ച് ഉള്ളതാ. ആർക്ക്? പാപ്പയ്ക്കോ? എനിക്കല്ല, പിന്നെ ടി വിയിൽ. ആ
പാപ്പ അവരൊന്ന് വിളിച്ചേ. ഫുട്ബോൾ ടീമിന് അല്ല ബാപ്പ, കേബിളുകാരെ. അവരെ ഇങ്ങനെ സ്ഥിരം വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മോളെ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? ഈ വീടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ മലർത്തി വെച്ചേക്കുന്ന ഒരു സാധനമില്ലേ, ചട്ടി പോലെ. വളർത്തി വെച്ചേക്കുന്ന ചട്ടി പോലെ ഇങ്ങനെ കുറ്റിയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയതായിട്ട് വെച്ചേക്കൂലേ? ആ ഡിഷ്. അതൊരെണ്ണം വെച്ചാലോ? അതൊന്നും വേണ്ട, അതും വേണ്ട. എന്താ? അതൊന്നും ശരിയല്ല പാപ്പാ. പിന്നെ നമ്മുടെ സുധാകരന്റെ വീട്ടിന്റെ മേളിൽ വെച്ചിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അതിന് ഭയങ്കര കുഴപ്പങ്ങളാ. ആണോ? ആ. എന്ത് കുഴപ്പം? അത് ഈ മഴക്കാറൊക്കെ വന്നാലേ അതിന്റെ ഈ അഡാപ്റ്ററൊക്കെ ഫ്യൂസ് ആയിട്ട് പിന്നെ ബ്ലൂടൂത്തും ഈ അതിന്റെ ഇതൊക്കെ കൂടെ കണക്ട് ആയിട്ട് പിന്നെ മൊത്തത്തിൽ അടിച്ചു പോകും. പാപ്പ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ടി വി അല്ലേ, അത് പോകുമ്പോ എനിക്ക് വിഷമാവത്തില്ലേ? കേബിൾ തന്നെയാ നല്ലത്. തന്നെയല്ലേ? ആ, കേബിളാ നല്ലത്. ആ, കേബിളാ നല്ലത്. നമുക്ക് കേബിൾ മതി. പാപ്പ അവരൊന്ന് വിളിച്ചേ. വിളിക്കാം. വിളിക്കു പാപ്പാ. വിളിക്കാന്ന് ഞാൻ ഈ പണിയും തീർക്കട്ടെ, എന്നിട്ട് വിളിക്കാം. മക്കളെ ചെല്ലേ. ആ മോളെ, എന്ത് പാപ്പാ? പാസ്പോർട്ട് ഒന്ന് നോക്കി എടുത്ത് വെക്കണേ. പാസ്പോർട്ടോ? അതെന്തിനാ പാസ്പോർട്ട്? ഒരു കല്യാണാലോചന. ആർക്ക്? പാപ്പയ്ക്കോ? എനിക്കോ? പിന്നെ ഞാനാണോ ഇവിടെ പോരാറിഞ്ഞിരിക്കുന്നത്? നിനക്ക്. എനിക്കോ? കല്യാണോ?